ഹലോ എവരി വൺ, വെൽക്കം ടു എക്സാം USS ചാനൽ. സോ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഏതായിരുന്നു? സ്പീഡ് മാത്ത് വെച്ചുള്ള പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ? ആൻഡ് സർ പറഞ്ഞിരുന്നു നമുക്ക് ഇനിയും കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസിലോട്ട് പോവല്ലേ? യെസ്, നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് 2023 ചോദിച്ച ചോദ്യം, 2023 നമ്മുടെ USS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? എ മാൻ സ്റ്റാർട്ടഡ് എ ജേർണി അറ്റ് 8 AM ആൻഡ് റീച്ച്ഡ് ഹിസ് ഡെസ്റ്റിനേഷൻ 240 കിലോമീറ്റർ എവേ അറ്റ് 1 PM. ഓക്കെ, 8 മണിക്ക് ആൾ സ്റ്റാർട്ട് ചെയ്തു. 8 PM ആൾ എന്ത് ചെയ്തു? ആളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എത്ര മണിക്ക്? 1 മണിക്കാണ് എന്ത് ചെയ്തത്? ജേണി എൻഡ് ചെയ്തത് അല്ലെ, അവസാനിച്ചത്. സോ 8 മണി മുതൽ 1 മണി വരെ ടോട്ടൽ എത്ര ടൈം എടുത്തു? 8, 9, 10, 8 AM അല്ലേ, സോറി 8 AM 8 PM എന്നാണ് സർ എഴുതിയത്. 8 AM സ്റ്റാർട്ട് ചെയ്തത്. 1 PM രാവിലെ 8 മണിക്ക് തുടങ്ങി ഉച്ച 1 മണി ആകുമ്പോഴേക്കും എന്ത് ചെയ്തു? ആള് ജേണി എൻഡ് ചെയ്തു. സോ ടോട്ടൽ എത്ര ഹവേഴ്സ് എടുത്തു? 8, 9, 10, 11, 12, 1, ടോട്ടൽ 5 ഹവേഴ്സ് അല്ലേ. സോ ടോട്ടൽ ടൈം എടുത്തത് എത്രയാണ്? ടൈം ഈക്വൽ ടു 5 ഹവേഴ്സ്. ഇവിടെ യൂണിറ്റ് നിർബന്ധമായിട്ടും ഈ ഒരു സ്പീഡിൻ്റെ ടൈമിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഓക്കെ, 5 ഹവേഴ്സ് ആണ്. ഇനി സോ ടോട്ടൽ ജേണി 5 ഹവേഴ്സ് ആണ് എടുത്തത്. ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 240 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 240 കിലോമീറ്റർ ആണ്. ആൻഡ് അടുത്തെന്താ പറഞ്ഞത്? 240 കിലോമീറ്റർ ആണ്. ഹി ട്രാവൽ അറ്റ് എൻ ആവറേജ് സ്പീഡ് ഓഫ് 40 km/h ഫോർ ദ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മുടെ ആൾ എന്ത് ചെയ്തു? ഈ ഒരു 8 മണി മുതൽ 1 മണി വരെ ഒരേ സ്പീഡിലല്ല പോയിട്ടുണ്ടാവുക, പല സ്പീഡിലായിരിക്കും അല്ലേ. ആൻഡ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഹാഫ് ഡിസ്റ്റൻസിൽ, ഓക്കെ, ടോട്ടൽ ജേണിയുടെ അര ഡിസ്റ്റൻസ് പറഞ്ഞാൽ 240ൻ്റെ ഹാഫ് എത്ര? 120 കിലോമീറ്റർ. സോ ഇവിടേക്കും 120 കിലോമീറ്റർ ആണ്, ഇവിടെയും 120 കിലോമീറ്റർ ആണ്. സോ ഫസ്റ്റ് 120 കിലോമീറ്റർ ആൾ പോയത് എത്ര സ്പീഡിലാണ്? 40 km/h ആണല്ലോ. 40 km/h. നമുക്ക് കാണേണ്ടത് വാട്ട് വാസ് ഹിസ് സ്പീഡ് ഫോർ ദ നെക്സ്റ്റ് ഹാഫ്. ബാക്കിയുള്ള ഈ ഒരു ടൈമിൽ എത്ര സ്പീഡിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യമാണ് കാണേണ്ടത്. സോ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് വേണം സാർ എക്സ്പ്ലനേഷൻ കാണാൻ. ഓക്കെ, എല്ലാ പ്രോബ്ലംസ് ആണെങ്കിലും ആ രൂപത്തിലാണ് മാത്തമാറ്റിക്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് ഈ ഒരു വീഡിയോ എന്നല്ല, ഏത് വീഡിയോസിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് വരുമ്പോൾ വീഡിയോസ് ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് വേണം സാർ എക്സ്പ്ലനേഷൻ കാണാൻ. ഓക്കെ, സോ സാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞത് ഈ ഒരു ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ 40 km/h പോയത്. നമുക്ക് ടോട്ടൽ അറിയുന്ന കാര്യം, ടോട്ടൽ 5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത്ര ഡിസ്റ്റൻസ് പോകാൻ എത്ര മണിക്കൂർ എടുത്തു നമുക്ക് കണ്ടുകൂടെ? എങ്ങനെ കാണാം? നമുക്കറിയാം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്, ടൈമാണ് കാണേണ്ടത്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ നമ്മൾ ഇക്വേഷനിൽ നിന്ന്. കാരണം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അതിൽ ടൈം കാണണമെങ്കിൽ ടൈമിനെ കൊണ്ടുപോകും, സ്പീഡിനെ കൊണ്ട് കൊണ്ടുപോകും. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന രൂപത്തിലാണ് കിട്ടുക, ആണല്ലോ. സോ നമ്മൾ ഫസ്റ്റത്തെ ഇവിടെയുള്ള ടോട്ടൽ എത്ര മണിക്കൂർ, എത്ര ടൈം എടുത്തു എന്ന് കാണാൻ പോവാണ്. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്നാൽ 120 ബൈ സ്പീഡ് എത്രയാണ്? 40. രണ്ടും സെയിം യൂണിറ്റ്സിലാണ്, 1 കിലോമീറ്റർ 1 km/h. സോ നമുക്ക് യൂണിറ്റ് ഒന്നും ഒഴിവാക്കാനൊന്നുമില്ല, കൺവേർട്ട് ചെയ്യാനൊന്നുമില്ല. സോ നേരെ ഡയറക്റ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? 0 0 കട്ട് ചെയ്തു. 4 1 ടൈം, 12 ടൈംസാ 3 ടൈംസ്. സോ ടൈം എടുത്തത് 3 എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ് ഇവിടെ ടൈം എടുത്തത് ഫസ്റ്റ് ഹാഫ് പോകാൻ. അപ്പോൾ സെക്കൻഡ് ഹാഫ് പോകാൻ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും? ഈസി ആയിട്ട് ഉണ്ടാവും. ടോട്ടൽ 5 മണിക്കൂറാണ്. അതിൽ 3 മണിക്കൂർ ഫസ്റ്റ് ഹാഫിനാണെങ്കിൽ സെക്കൻഡ് ഹാഫിന് എത്ര ആയിരിക്കും? 2 മണിക്കൂറായിരിക്കും അല്ലേ. 2 ഹവേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഈ 2 ഹവേഴ്സ് ടൈം കിട്ടി, ഇവിടുത്തെ ഡിസ്റ്റൻസും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡ് കണ്ടുകൂടെ? സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് പറഞ്ഞാൽ 120 ഡിവൈഡ് ബൈ അല്ലേ, കാരണം ഹാഫ് ജേണി ആണുള്ളത്. അപ്പോൾ 120 ആണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. 120ൻ്റെ ഹാഫ് എത്ര? 120 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 120യുടെ ഹാഫ് വിച്ച് ഈസ് 60. സോ 60 km/h പോയിട്ടുണ്ടാവുക. ക്ലിയർ ആയോ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ. എങ്ങനെ ഇത് സിമ്പിൾ ആയപ്പോഴാണ്, അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള ചോദ്യമാണ്. ബട്ട് ഈ ഒരു സ്പീഡിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ്. ഓക്കെ, സോ ഇത് 2023 ചോദിച്ച ചോദ്യമാണ്. സോ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് 2018 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 2018 ചോദിച്ച ചോദ്യമാണ്. നമുക്ക് ആദ്യം പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഇൻ 15 minutes ഇഫ് ഇറ്റ് റൺ എ സ്പീഡ് ഓഫ് 48 km/h. ഓക്കെ,
ഒരു ട്രെയിൻ എന്ത് ചെയ്യും, ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഓക്കെ, നമുക്ക് എത്രയാണ് ഡിസ്റ്റൻസ് ഒന്നും അറിയില്ല, നമ്മൾ ഡിസ്റ്റൻസ് ഏകദേശം ഒരു ഇത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യും എങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ്സിൽ കവർ ചെയ്യും 48 കിലോമീറ്റർ പെർ ഹവറിലാണെങ്കിൽ. 50 മിനിറ്റ്സിൽ കവർ ചെയ്യും എപ്പോൾ 48 കിലോമീറ്റർ പെർ ഹവറിലാണെങ്കിൽ. ഇനി അടുത്തെന്ന് കാണുന്നത് ദ സ്പീഡ് അറ്റ് വിച്ച് ദ ട്രെയിൻ മസ്റ്റ് റൺ ടു റെഡ്യൂസ് ദ ടൈം ഓഫ് ജേർണി ടു 40 മിനിറ്റ്. ഓക്കെ, 50 മിനിറ്റിലാണ് ഇപ്പോൾ കവർ ചെയ്യുന്നുണ്ട് അല്ലെ ഈ ഒരു ഡിസ്റ്റൻസ്, അത് 48 കിലോമീറ്റർ പെർ ഹവറിൽ പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റിൽ കവർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതേ ഡിസ്റ്റൻസ് 40 മിനിറ്റ്സിൽ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ പോകണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡിസ്റ്റൻസ് നമുക്കറിയില്ല അല്ലേ, ഡിസ്റ്റൻസ് നമുക്കറിയില്ല. ബട്ട് നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ ടൈം തന്നിട്ടുണ്ട്, ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ, സ്പീഡ് തന്നിട്ടുണ്ട്. ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. അതായത് സ്പീഡ് രണ്ട് ടൈപ്പുള്ള സ്പീഡുകൾ തമ്മിലുള്ള റിലേഷൻ. അതായത് ഇപ്പോൾ രണ്ട് സ്പീഡുകളുണ്ട്, ഒന്ന് S1 ഒന്ന് S2 ആണെങ്കിൽ ഈ രണ്ട് സ്പീഡിൻ്റെ എന്താണ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ T2/T1 എന്നുള്ള രൂപത്തിലായിരിക്കും. ഓക്കെ, ഈ രൂപത്തിലുള്ള ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. അതായത് സ്പീഡ് 1/സ്പീഡ് 2, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്പീഡ് തന്നിട്ടുണ്ടല്ലോ 48 കിലോമീറ്റർ അല്ലേ, 48 കിലോമീറ്റർ പെർ ഹവർ ഡിവൈഡഡ് ബൈ സ്പീഡ് 2 എത്രയാണ് നമുക്കറിയില്ല, അത് നമ്മൾ എന്ത് എഴുതും ഇവിടെ എന്തോ ആയിട്ട് എടുക്കാം. സോ S2 എന്നുള്ള രൂപത്തിൽ എടുക്കും, സ്പീഡ് 2 എന്നുള്ളത്. ഇത് കാണാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു എന്തായിരിക്കും, ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈമിൻ്റെ ഇൻവേഴ്സിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് ഫസ്റ്റ് ട്രെയിൻ എടുത്ത ടൈമിൻ്റെ അല്ല, സെക്കൻഡ് ട്രെയിൻ എടുത്ത ടൈമാണ് ഫസ്റ്റ് ഇവിടെ എഴുതേണ്ടത്. അതായത് 40 ഡിവൈഡഡ് ബൈ 50. എന്താണ് നമ്മൾ ഇക്വേഷൻ, എന്താണ് S1/S2 ഈക്വൽ ടു T2/T1. ഇതുപോലെ നമുക്ക് ഡിസ്റ്റൻസിന് പറയാൻ കഴിയും കേട്ടോ. ഡിസ്റ്റൻസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസിൽ പിന്നെ സെയിം രീതിയിലാണ് വരിക. S1/S2 ഈക്വൽ ടു D1/D2. ഈ രൂപത്തിലായിരിക്കും അതിൻ്റെ കൺവേർഷൻ വരിക. ഓക്കെ, ഈ രൂപത്തിൽ പറയാൻ കഴിയും. ഇത് എപ്പോഴാണ് ഇവിടെ ഈ ഫസ്റ്റ് ഇതിൽ വരണമെങ്കിൽ രണ്ടും സെയിം ഡിസ്റ്റൻസിലാണെങ്കിലാണ് ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കമ്പയർ ചെയ്യാൻ പറ്റുക. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് സ്പീഡും ഡിസ്റ്റൻസും തമ്മിലുള്ള കമ്പാരിസൺ പറഞ്ഞാൽ ഇവിടെ ടൈം സെയിം ആണെങ്കിലാണ്. ഇവിടെ നമുക്ക് എന്താണ്, ഇത് രണ്ടിനും ഡിസ്റ്റൻസ് സെയിം ആണ്. സോ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ കഴിയും. സോ സ്പീഡ് 1/സ്പീഡ് 2 ഈക്വൽ ടു ടൈം 2/ടൈം 1. ഓക്കെ, ടൈം 2/ടൈം 1. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് 2 നമുക്ക് കാണാൻ കഴിയും. ഇത് സ്പീഡ് 2 കാണണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ഇത് എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, സ്പീഡ് 2 ആണ് നമുക്ക് കാണേണ്ടത്. സോ സ്പീഡ് 2 നമ്മൾ മുകളിൽ എത്താൻ വേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഏത് രൂപത്തിലും ചെയ്യാമല്ലോ. ഞാൻ ആദ്യം സ്പീഡ് 2 ഡിവൈഡഡ് ബൈ സ്പീഡ് 1 എത്രയാണ് 48 ആണ്. ഈ രൂപത്തിൽ നേരെ തിരിച്ചെഴുതി. ഓക്കെ, ഇങ്ങനെയും തിരിച്ചെഴുതാം. അതായത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് ഈ രൂപത്തിലാണ്. ഇതിന് നേരെ വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്തേക്കാം. അതായത് S2/48 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 50/40 ആയിരിക്കും. നേരെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു എന്നുള്ളൂ. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇനി സ്പീഡ് 2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ നമുക്ക് തന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ S2/48 ഈക്വൽ ടു 50/40 ആണ് അല്ലേ. അത് അതുപോലെ ഇവിടെ എഴുതാൻ പോവാണ്. S2/48 ഈക്വൽ ടു 50/40 ആണ് അല്ലേ, 50/40. ഇതിൽ 0 നമുക്ക് ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കാം. 0 കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും, S2/48 ഈക്വൽ ടു 5/4 ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്പീഡ് 2 സെക്കൻഡ് സ്പീഡ് എത്രയാണ് 5/4 ഇൻറ്റു 48 ആണല്ലോ. ഇതിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇവിടെ 4 4 1 ടൈം 4 ടൈം 12 12 ഇൻറ്റു 5. സോ 5 ഇൻറ്റു 12 എന്നാണ് വന്നത്. 5 ഇൻറ്റു 12ൻ്റെ വാല്യൂ എത്ര, ഈക്വൽ ടു 60. സോ 60 കിലോമീറ്റർ പെർ ഹവറിൽ പോയാലാണ് എന്താവുക, ഈ 40 മിനിറ്റ്സിൽ കവർ ചെയ്യാൻ പറ്റുക. ക്ലിയർ ആയോ? ഈ രൂപത്തിൽ ചെയ്യാം. സോ ആൻസർ എന്തായിരിക്കും 60 കിലോമീറ്റർ പെർ ഹവർ. ഇവിടെ 60 കിലോമീറ്റർ പെർ ഹവർ ആണ് ആൻസർ വരിക. ഇനി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഈ ഇക്വേഷനിൽ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലത്തിനെ ആ രീതിയിൽ ചെയ്ത് നോക്കാം. സോ ഇവിടെ തന്നുന്ന കാര്യങ്ങൾ, ഈ ഒരു കാര്യം നമുക്ക് എന്തായാലും ഇവിടെ ആവശ്യമുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് എടുക്കട്ടെ.
കോപ്പി. ഓക്കെ, സോ സർ ആ ഒരു കാര്യം തന്നെ ഇവിടെ എഴുതിയതാണ്. ഇനി എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് സർ ഇതാണ്, അതായത് ഒരു ഡിസ്റ്റൻസ് ആദ്യം 50 മിനിറ്റ്സിൽ 48 km/h കവർ ചെയ്ത് നമുക്ക് 40 മിനിറ്റ്സിൽ പോകണമെങ്കിൽ എത്ര സ്പീഡിലാണ് പോകേണ്ടതെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണും. ഇതിന് ഡിസ്റ്റൻസ് കണ്ടുകൂടെ, കാരണം ടൈം തന്നിട്ടുണ്ട്, ഇവിടെ സ്പീഡും തന്നിട്ടുണ്ട്. ബട്ട് ടൈം എന്താണ്, ഇവിടെ മിനിറ്റിലാണ്. സോ അതിനെന്ത് ചെയ്യണം, ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് മതി. ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മിനിറ്റിന് ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ /60 ചെയ്താൽ മതി. സോ 5/6 ഹവേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 48 ആണ്. 48 ഇൻറ്റു ടൈം എത്രയാണ്, 5/6 അല്ലേ, 5/6. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 കട്ട് ചെയ്യാം. 6 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 8 വരും. 80 × 5 40, അതായത് 40 കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. 40 കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, അത് 40 മിനിറ്റിൽ ഇത് ഈ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീഡ് എത്രയായിരിക്കും. സോ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല. ഡിസ്റ്റൻസ് എത്രയാണ്, ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 40 കിലോമീറ്റർ. ടൈം എത്രയാണ്, ടൈം ഇവിടെ മിനിറ്റിലാണ്. ഈ മിനിറ്റിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 40 എന്ത് ചെയ്യുക, 40 / 60 ചെയ്യുക. അതായത് 4/6 വരും. 4/6നെ നമ്മൾ ഇവിടെ 40 ഡിവൈഡ് ബൈ സ്പീഡ് ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ 4/6 എന്നുള്ളത് ഫ്രാക്ഷൻ ആണ്. ഈ ഒരു ഫ്രാക്ഷൻ കാണുമ്പോൾ പല ആൾക്കും മിസ്റ്റേക്സ് വരിക. ഇത് ശരിക്കും വരേണ്ടത് 4/6 ഈ രൂപത്തിലാണ്. ഇതെങ്ങനെ ഈ രൂപത്തിൽ വന്നത്, 40 ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്നാണല്ലോ. 40 ഡിവൈഡ് ബൈ 4/6 എന്നാണ് വരേണ്ടത് അല്ലേ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് 40 × 6/4, അതായത് 40 × 6/4. ഓക്കെ, അതാണ് ഇവിടെ സർ പെട്ടെന്ന് എഴുതിയത്. അതായത് ഇവിടെ ഇത് ഡിവൈഡുള്ള രൂപത്തിൽ വരുമ്പോൾ എന്താവും, ന്യൂമറേറ്ററുള്ള വാല്യൂ ഇവിടെ ഡിനോമിനേറ്ററിൽ വരും. ഈ ഒരു സാധനം മുകളിലോട്ട് പോയിട്ട് അവിടെ നമ്മളെ ആൻസറിനും ന്യൂമറേറ്ററിലോട്ട് വരും. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ ഇങ്ങനെ എഴുതിയാൽ മതി. ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളത് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ആ ഒരു ഫ്രാക്ഷൻ എഴുതാം. ഈ ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ആ രൂപത്തിലും ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ 40 ൽ 10 ടൈംസ് അല്ലേ, 6 × 10 = 60. സോ എങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക, 60 km/h ആണ്. സോ ആൻസറോട് ഓപ്ഷൻ ബി ആണ് വരും. ഓക്കെ അല്ലേ. ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു പ്രോബ്ലം 2020 ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം, നിങ്ങൾ ചാറ്റിൽ പറയണം. എത്ര ആളുകൾ കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളത് കാണട്ടെ. ആൻഡ് മറക്കണ്ട, നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സും എന്ത് ചെയ്യാം, സർ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്ന് ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാണ്. ബൈ ഓൾ, താങ്ക് യു.